ബംഗാളിലേക്ക് ഇനി ഞാനില്ല. അപ്പൊ കേരളത്തിലേക്കോ? എൻ്റെ അമ്മോ, അവന്മാർക്ക് ബുദ്ധിയും വിവരം ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്കും ഞാനില്ല. തമിഴ്നാട്ടിലേക്കോ? അതിന്റെ കാര്യമൊന്നും അധികം പറയാനൊന്നുമില്ല, അവന്മാർക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇല്ല. ഈ 3 സംസ്ഥാനങ്ങളിലേക്ക് മോദിയും അമിത്ഷായും യോഗിയും ഒക്കെ ഇനി വരുന്നത് നിർത്താൻ വേണ്ടി പോവുകയാണ്. കാരണം വന്നിട്ട് കാര്യമില്ല, വെറുതെ പ്രസംഗിച്ച് സമയം കളയാം എന്നല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ബംഗാളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? BJP അധികാരത്തിലെത്തുമെന്ന് അടിവരയിട്ടുകൊണ്ട് അമിത്ഷാ പറയുന്നു, മോദി പറയുന്നു, യോഗി പറയുന്നു, എല്ലാ നേതാക്കന്മാരും ഒരേപോലെ വിളിച്ചു പറയാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ബംഗാളിൽ കൂറ്റൻ പടകൂറ്റൻ BJPയുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറിയ മഹാവിജയത്തിലേക്ക് മമത ചേക്കേറി നിൽക്കുമ്പോൾ അമിത്ഷാ ഞെട്ടുന്നു, മോദി ഞെട്ടുന്നു, യോഗി ഞെട്ടുന്നു, സംഘപരിവാർ ഞെട്ടുന്നു. ഇല്ല, രാജ്യം നിങ്ങളുടെ കാൽ കീഴിൽ വരികയില്ല. രാജ്യത്ത് നിങ്ങൾക്കെതിരെ ശക്തമായ പ്രതിപക്ഷം ഇപ്പോഴുമുണ്ട് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കുമ്പോൾ ബംഗാളിനോട് ബൈ, കേരളത്തിനോട് ബൈ, തമിഴ്നാടിനോട് ഗുഡ് ബൈ. അതായത് ഇനി ഇല്ല, ഞങ്ങൾ ഈ 3 സംസ്ഥാനങ്ങളിലും വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റില്ല എന്ന് അമിത്ഷാ തീരുമാനിച്ചു കഴിഞ്ഞു. മമതയെ വെല്ലുവിളിച്ചത് എന്തൊക്കെയാണ്? മമത ആ സമയം പറഞ്ഞില്ലേ, ഇതെന്റെ മണ്ണാണ്, ബംഗാൾ അതെന്റെ ചോരയാണ്, ഇവിടെ ഒരു മുറിവ് പോലും ഏൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് ബംഗാളിന്റെ പെൺപുലി ആർജവത്തിന്റെ തന്റെ ഇടത്തിന്റെ വാക്കുകളിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാളി അങ്ങ് മാറ്റിവെച്ചോ. നിങ്ങൾ വർഗീയത പറയുമ്പോൾ മനസ്സിനകത്ത് കീടം കയറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങൾക്ക് വോട്ടുകുത്തും. പക്ഷേ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ ബംഗാളിലെ ജനത, കേരളത്തിലെ ജനത, തമിഴ്നാട്ടിലെ മക്കൾ, അവർ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നൽകി. എന്തായാലും മമതാ ബാനർജിക്ക് തല ഉയർത്തി തന്നെ രാജ്യത്ത് അന്തസ്സായി ജീവിക്കാം. ഒരു പോറല് പോലും ഏൽക്കാതെ കരുത്തിന്റെ അവസാന ശ്രമം നടത്തി BJP മുട്ടുമടക്കി മമതയുടെ കാൽ കീഴിൽ നിൽക്കുമ്പോൾ മമതാ ബാനർജിക്ക് എങ്ങനെയാണ് ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കുക? എന്തായാലും അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും യോഗിക്കുമുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ മഹാവിജയം. ബംഗാളിൽ ഇനി മമത എന്ന പെൺപുലി മാത്രം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.